യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് വറുതിയുടെ നാളുകളാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം മത്സ്യലഭ്യത കുറവാണെന്ന് തൊഴിലാളികളും ബോട്ടുടമകളും പറയുന്നു. ഇവയൊന്നും കൂടാതെ മറ്റു പല കാരണങ്ങളുമുണ്ട് മത്സ്യബന്ധന മേഖലയ്ക്ക് പ്രതിസന്ധിയായിട്ട്. അതിലൊന്ന് അടിക്കടി ഉണ്ടാകുന്ന ഡീസൽ വില വർധനവാണ്. ചെലവിൻ്റെ ആനുപാതികമായി വരവില്ലാത്തതാണ് മറ്റൊരു പ്രധാന പ്രതിസന്ധി. പല കാരണങ്ങളാൽ മത്സ്യബന്ധന മേഖല തകർച്ചയുടെ വക്കിൽ നിൽക്കുകയും തൊഴിലാളികളും ബോട്ടുടമകളും മത്സ്യബന്ധന മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ പട്ടിണിയിലായിട്ടും ഇതിനെ മറികടക്കാൻ കേരള സർക്കാരുകൾ യാതൊരുവിധ സഹായങ്ങളും നൽകുന്നില്ലെന്ന ആരോപണവുമായി തൊഴിലാളികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ തന്നെ 27 മത്സ്യബന്ധന ഗ്രാമങ്ങളുണ്ട്. മത്സ്യബന്ധന മേഖലയിൽ ഏകദേശം 1 ലക്ഷം ആളുകൾ നേരിട്ട് തൊഴിലിൽ ഏർപ്പെടുന്നു. മത്സ്യ സംസ്കരണ മേഖലയിൽ ഏകദേശം 50,000 ആളുകൾ തൊഴിൽ ചെയ്യുന്നുണ്ട്. ബോട്ട് നിർമ്മാണം, ഐസ് നിർമ്മാണം, ഗതാഗതം തുടങ്ങിയ സഹായ പ്രവർത്തനങ്ങളിൽ വ്യവസായം പരോക്ഷമായി ധാരാളം ആളുകൾക്ക് തൊഴിൽ നൽകുന്നു. മത്തി, അയല, ട്യൂണ, ചെമ്മീൻ എന്നിവയാണ് ഈ പ്രദേശത്ത് പിടിക്കപ്പെടുന്ന പ്രധാന മത്സ്യങ്ങൾ. കൊല്ലത്തെ മത്സ്യ സംസ്കരണ പ്ലാന്റുകൾ ശീതീകരിച്ച മത്സ്യം, ടിന്നിലടച്ച മത്സ്യം, മീൻമീൽ എന്നിവയുൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുമുണ്ട്. ഇത് കൂടുതലും കയറ്റുമതി അധിഷ്ഠിതമാണ്. പ്രധാന കയറ്റുമതി വിപണികൾ മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നിവയാണ്. മത്സ്യലഭ്യത കുറഞ്ഞതോടെ കയറ്റുമതിയെ സാരമായി ഇത് ബാധിച്ചിട്ടുണ്ട്. വിദേശ മലയാളികൾ കഴിഞ്ഞാൽ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം എത്തിക്കുന്ന മേഖലയാണ് മത്സ്യബന്ധന മേഖല. ബോട്ട് പോയിട്ട് 11 ദിവസം ബോട്ട് പോയി 9 ദിവസം ബോട്ട് തിരിച്ചു കയറി. ചരക്ക് വിൽക്കാൻ പറ്റിയില്ല. ഇവിടെ ചരക്കിന് വില കുറവായിരുന്നു. അത് കാരണം ഇന്ന് തിങ്കളാഴ്ച വിറ്റ് ചരക്ക്. ബോട്ടിൽ 2,500 ഡീസൽ അടിക്കണം. 2,500 ഡീസൽ, 11 ദിവസത്തെ ബാറ്റ, അവരുടെ ജോലിക്കാരുടെ ബാറ്റ, 450 ബ്ലോക്ക് ഐസ്, ഇത്രയും സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ് പണിക്ക് പോകുന്നത്. എന്നിട്ട് 4 ലക്ഷത്തിൽ മേളിൽ രൂപ ചിലവാകും. നമുക്ക് മൊത്തത്തിൽ ചിലവാകും. ബോട്ടിൽ കിട്ടിയ 2,80,000 രൂപയാണ്. ബോട്ടിൽ കടവാണ്. 2.5 മാസം കൊണ്ട് പണിക്ക് പോകാതെ കെട്ടിയിട്ടിട്ട് ഒന്ന് പണിക്ക് പോയതാണ്. അതുപോലെ യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖലയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അടിക്കടിയുണ്ടാകുന്ന ഡീസൽ വില വർധനയാണ് യന്ത്രവൽകൃത വാഹനങ്ങളിലെ തൊഴിലാളികളെ ദുരിതത്തിലാക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. കൂടാതെ റോഡ് മാർഗമുള്ള വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സെസ് തന്നെയാണ് കടലിൽ പോകുന്ന വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത്തരം നികുതികൾ ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാനാകുമെന്നാണ് ബോട്ടുടമകളുടെ കണക്കുകൂട്ടൽ. ഉയർന്ന നികുതിയും ഡീസൽ വിലയും നൽകി തൊഴിലാളികളുടെ ശമ്പളവും ഉൾപ്പെടെ നല്ലൊരു തുക ചെലവാക്കും. ഇന്ന് ഒരു ബോട്ട് പണിക്ക് പോകാൻ, സിംഗിൾ പണി, അതായത് ഒരു ദിവസത്തെ പണിക്ക് പോകണമെങ്കിൽ തന്നെ മിനിമം 50,000 രൂപ ചിലവാണ്. അതെന്ന് വെച്ചാൽ ഒരു 350 ഡീസൽ, 10-14 ആളുടെ ബാറ്റ, റേഷൻ, ഐസ്, പിന്നെ ഹാർബർ ചിലവ്. ഈ ചരക്ക് വിൽക്കുന്നതിന് അഡീഷണൽ ചിലവുണ്ട്. ചരക്ക് ഇറക്കുന്നവർക്ക് പൈസ കൊടുക്കണം, ചുമക്കുന്നവർക്ക് പൈസ കൊടുക്കണം. അങ്ങനെ പല സെക്ഷനിൽ കാശ് പോവും. ഇതിപ്പം മിനിമം ഒരു 50-55 രൂപ നമുക്ക് ഒരു ദിവസം വിറ്റാൽ കടവില്ലാതെ ആ ബോട്ട് പോവും. എന്നാൽ അതിനകത്ത് കടവും സംഭവിക്കാം. ഒരു വല കീറി, അത് നഷ്ടമാണ്. അത് മുതലാളി എവിടെയെങ്കിലും പൈസ കണ്ടു വേണം ആ വല പണി, എന്നാലേ ആ ബോട്ട് പിറ്റേന്ന് പണിക്ക് പോകാൻ പറ്റൂ. പിന്നെ ഇതിനകത്ത് എന്തോ പറയാം, ഇതിങ്ങനെ തീർന്നുകൊണ്ടേ ഇരിക്കുക. സർക്കാർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. കാര്യം തമിഴ്നാട്, കർണാടക, ഇവിടെ എല്ലാം ഡീസൽ സബ്സിഡി ഉണ്ട് ബോട്ടിന്. ഇവിടെ ഒരു പേരിന് ഒരു സമയത്ത് കൊണ്ടുവന്ന് അത് ആർക്കും കിട്ടിയിട്ടുമില്ല. ബോട്ടുകൾ കടലിലിറക്കി ദിവസങ്ങളോളം മത്സ്യബന്ധനം നടത്തിയാൽ തന്നെ ഇപ്പോൾ ഉദ്ദേശിച്ചത്ര മത്സ്യം ലഭിക്കാറില്ല. ആയതിനാൽ പലപ്പോഴും മുടക്കുമുതലിൻ്റെ നേർപകുതി പോലും വരുമാനമുണ്ടാകാത്തത് മിക്ക ബോട്ടുകളും നീട്ടിലിറക്കാതെ കെട്ടിയിട്ടിരിക്കുന്നതിന് കാരണമാകുന്നു. ഇത് തൊഴിലാളികളെയും ബോട്ടുടമകളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ അധികം താമസിയാതെ മത്സ്യബന്ധന മേഖല പൂർണ്ണമായും അടച്ചുപൂട്ടേണ്ടി വരുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. പട്ടിണിയിലും ദുരിതത്തിലും കഴിയുന്ന മത്സ്യമേഖലയിലെ തൊഴിലാളികൾക്ക് അടിയന്തരമായി സഹായങ്ങൾ എത്തിച്ചു നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന തൊഴിലാളികളുടെ ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.